ഗെയ്സ്, നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മുടെ സിറ്റിയിലോട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ ബൈക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഡ്രാഗനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്ത് നോക്കിയിരിക്കുക, നമുക്കത് വേഗം ആഡ് ചെയ്യാം. അപ്പം മച്ചാമാരെ, ഇതാണ് നമ്മുടെ ഡ്രാഗനും കാര്യങ്ങളും. എന്തായാലും തീ തുപ്പുന്നൊക്കെ പറയണ കേൾക്കണത്. എന്തായാലും നമുക്ക് വന്ന് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അല്ലെങ്കിലും ചെയ്യൂലാന്നറിയാം, പക്ഷെ എന്നാലും ഒന്ന് ചെയ്തേക്ക് ഗെയ്സ്, വെറുതെ ഇരിക്കല്ലേ ഗെയ്സ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചെയ്താനാണെന്നുണ്ടെങ്കിൽ ചാവണമില്ല. നമുക്ക് AK-47 വെച്ചിട്ടെടുക്കാം. AK-47 മുമ്പിൽ ചാവാത്തൊരു മനുഷ്യനുമില്ല. സോറി, ഡ്രാഗനെ മനുഷ്യനെ വിളിച്ചാൽ ഞാനാ പൊട്ടൻ. അല്ല, സാരമില്ല. നമുക്ക് RPG വിടാം ഗെയ്സ്. RPG നമുക്ക് അന്നത്തെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ഗെയ്സ്, ഇതിനൊരു സംഭവം പറ്റുന്നില്ലല്ലോ. ഇതൊന്നും മറ്റേ അലൂമിനിയത്തിൻ്റെ പരസ്യത്തിന് കൊടുക്കുന്നതൊക്കെ കാണാം. മറ്റേ കൈരളി TMT സ്റ്റീൽ ബാർസിൻ്റെ പരസ്യത്തിന് വന്നേക്ക് കാണാം. പക്ഷേ ഒന്നും മിണ്ടുന്നുമില്ല ഗെയ്സ്. നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുമില്ല. എന്താണെന്നാവോ? ഇതിന് ആരെങ്കിലും അവിടെ സിമെൻ്റ് ഇട്ട് ഒട്ടിച്ചാൽ നമുക്ക് സ്റ്റിക്കി ബോംബ് എടുത്തിടാം ഗെയ്സ്. അതിൻ്റെ കാലിലും എല്ലായിടത്തും സ്റ്റിക്കി ബോംബ് ഇടാം. എന്നിട്ട് പൊട്ടിച്ച് വെക്കാം. മിക്കവാറും സ്റ്റിക്കി ബോംബിൽ തീരുന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ സ്റ്റിക്കി ബോംബിൽ നമുക്ക് തീർക്കണം. അല്ലെങ്കിൽ നമ്മൾ തീർക്കും. അത് തന്നെയാണ് നമ്മൾ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ക്രെയിനിൽ വല്ലതും കെട്ടി വലിച്ച് കൊണ്ടുപോകേണ്ടി വരും. അതുള്ളൂ നടക്കുക. എന്തായാലും നമുക്ക് കുറച്ച് വിട്ടിരിക്കാം. കാരണം അത്രയും സ്റ്റിക്കി ബോംബ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എവിടെയെങ്കിലും കണ്ടെത്തി കയറിച്ചും. അപ്പോൾ നമുക്ക് കുറച്ച് വിട്ട് നിൽക്കാം. എന്തായാലും വേഗം പോയിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓ ഗെയ്സ്, ചത്ത് അൽഫാമായി ഗെയ്സ്. നമുക്കിന്ന് ഡ്രാഗൺ അൽഫാമാണ് കിട്ടിയിരിക്കുന്നത്. ഡ്രാഗൺ അൽഫാം ആയില്ലേ? അത് ശരി. ഇത് ചത്തില്ലല്ലോ ഗെയ്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈരളി TMT സ്റ്റീൽ ബസിൻ്റെ വല്ല പരസ്യത്തിനും വന്നതാണ്. എന്തായാലും നമുക്ക് ജെറ്റ് പാക്ക് എടുക്കാം. ജെറ്റ് പാക്കിൻ്റെ കോഡ് ഇപ്പോൾ എത്രയായിരുന്നു? 330. അപ്പോൾ നമുക്ക് 330 അടിക്കുക. ജെറ്റ് പാക്ക് എടുത്തിട്ട് നമുക്ക് മേലോട്ട് അതിൻ്റെ മേലെ കയറി ഇരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗെയ്സ്, എൻ്റെ ജെറ്റ് പാക്ക് കൺട്രോളില്ല ഗെയ്സ്. എൻ്റെ പൊന്നു, മറ്റേ ദാസപ്പനാരോ കളിച്ചിട്ടുണ്ട് ഇതുമ്മേ. പക്ഷെ എന്തുവാണ് ഇതിൻ്റെ സ്പീഡ് കൂടിയാ. പക്ഷേ എടാ നിൽക്കണം. അയ്യോ എൻ്റെ വണ്ടി. അയ്യോ, രക്ഷപ്പെട്ട്. മിക്കവാറും ഞാൻ മുഖം തല്ലി അടിക്കാനുള്ള ഉണ്ടാവും. അയ്യോ, അപ്പുറത്തെ ഫ്ലാറ്റിലോട്ടാണല്ലോ സാധനം നീങ്ങണത്. അയ്യോ വേണ്ട. അയ്യോ, മരത്തുമ്പോൾ തട്ടി ചാവാന് ഭാഗ്യം. അയ്യോ, നമുക്ക് വേഗം എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യാൻ നോക്കാം. ഇത് നിൽക്കുന്നില്ല. അയ്യോ മരം. പക്ഷേ വായൻ്റെ ഉള്ളിലൊക്കെ തയ്യല്ല. പക്ഷേ നമുക്കെന്തായാലും ഇതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് ചാടി നോക്കാം. ഈ സാധനത്തിൻ്റെ മറ്റേ ചിറകിൻ്റെ കാറ്റടിച്ച് അയ്യമ്മ, ഈ സാധനം ചിറകോട്ട് തട്ടിയിട്ടാ തോന്നുന്നു. ഞാൻ അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും. ചേട്ടാ എങ്ങോട്ടാ പോണേ? മസ്തനെ കൂടി ഒരു ഊട്ടിക്ക് പോവാ. ഇജുണ്ടോ? ഓ അല്ലേ ചേട്ടാ, നിങ്ങൾ തന്നെ പൊയ്ക്കോളി. അതും നല്ലത്. ഇവിടെ ഡ്രാഗൺ വന്നുകൂടി. ഞാൻ ഓനൊന്ന് ശരിയാക്കട്ടെ. അപ്പം ശരി ചേട്ടാ, ഓക്കെ ഗെയ്സ്. അപ്പോൾ ഇങ്ങൾക്കാർക്കെങ്കിലും അറിയോ ഈ ഡ്രാഗനെ എങ്ങനെ കൊല്ലാൻ പറ്റുന്നു? പിന്നെ ഈ ഡ്രാഗൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഗെയ്സ്. എന്തായാലും ഡ്രാഗൺ തീ തുപ്പുണ്ട് ഗെയ്സ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. അപ്പോൾ നന്ദി, നമസ്കാരം. ഓക്കെ ബൈ. ഞാൻ വീട്ടിൽ കൊടുത്തേ.